ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്നും ഈ ദോശ, ഇഡ്ഡലി, നൂൽപുട്ട്, പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഇടയ്ക്കൊരു ചേഞ്ചിന് വെളിച്ചെണ്ണപ്പത്തിരിയും ചിക്കൻ പൊരിച്ചതും ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ കുറച്ച് ചിരകിയിട്ട് തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കായം തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കനൊന്ന് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തലേ ദിവസം തന്നെ മീൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ട് തേങ്ങ ചിരകി വെക്കാം. ഇനി ചെറിയ ഉള്ളി വേണമെങ്കിൽ അത് വേണമെങ്കിൽ അരിഞ്ഞ് വെക്കുക. അതേപോലെ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ കറിയിലേക്കുള്ള ഐറ്റംസൊക്കെ ഇനി ഒന്ന് കടല അങ്ങനെയുള്ളതൊക്കെ വെള്ളത്തിലിട്ട് വെക്കണമെങ്കിലൊക്കെ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റൂടാ. രാവിലെ പെട്ടെന്ന് വന്നിട്ട് എണീച്ചിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ ആലോചിച്ച് കുറേ ടൈം പോവും. അപ്പോൾ നമുക്ക് ആകെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇനി വെളിച്ചെണ്ണപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. വെളിച്ചെണ്ണപ്പത്തിരി ഉണ്ടാക്കാൻ നമ്മൾ 2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് 2 കപ്പ് അരിപ്പൊടി കൂടി അളന്ന് വെക്കുക കേട്ടോ. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് അടച്ചു വെക്കുക കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാ പത്തിരി ഉണ്ടാക്കുന്ന പോലെ കുറച്ച് വെള്ളം കൂട്ടിയെടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തണുക്കണ്ട കേട്ടോ. കൈ കൊണ്ടൊക്കെ ഒരു കുഴച്ചെടുക്കാനുള്ള ഒരു ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഒരു മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് വേണ്ട, ഒരു പകുതിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കരിഞ്ജീരകമാണ് കേട്ടോ. അത് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ കുറച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഓവറായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കരിഞ്ജീരകം തന്നെ ആവും. അപ്പോൾ ഓവറാക്കണ്ട, പാകത്തിനൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും കയ്യിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു നാരങ്ങയുടെ ഒക്കെ വലുപ്പത്തിലുള്ള അത്രയും ബോൾസാക്കി എടുക്കുക. ഞാൻ പ്രസ്സിലൊന്ന് ജസ്റ്റ് പരത്തും കേട്ടോ. എന്നിട്ട് റൗണ്ട് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഒരു പൂവിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് പോലെ ചെറുതായിട്ട് നമ്മളിങ്ങനെ കൈ വെച്ച് അമർത്തി കൊടുത്താൽ ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇനി ഇതിലും എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മാവ് എടുത്തിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരൊറ്റ തവണ പരത്തിയാൽ അതിലൊരു 4 5 അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓവറാക്കിയിട്ട് കളർ ചേഞ്ച് ചെയ്യണം കേട്ടോ. 2 സൈഡും ഏകദേശം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ എടുക്കുക. ഞാനൊരു 6 കിച്ചണിലേക്ക് വരിക കേട്ടോ. അപ്പം 6:30 6:45 ഹസ്ബൻഡ് പോവും.
അപ്പോൾ ഞാൻ ഫസ്റ്റ് 2 വെളിച്ചെണ്ണ പത്തിരി വേഗം ഉണ്ടാക്കിയിട്ട് ഹസ്സിന് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മോള് പോകുക ഒരു 7:45 8 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് മോളുടെ ബസ് വരിക. പിന്നെ ഹസ്സ് പോയതിന് ശേഷമാണ് പിന്നെ മോൾക്കുള്ളത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ, ഇങ്ങനെ ഫ്ലവർ പോലെയൊക്കെ ആയിട്ട്. പിന്നെ ഇത് കാണുമ്പോൾ കുറച്ചുള്ളൂ എന്ന് വിചാരിക്കണ്ട. ഞാനും ഹസ്സും 2 കുട്ടികളല്ലേ, പിന്നെ 2 കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് ഫില്ലാവും കേട്ടോ. വെളിച്ചെണ്ണ പത്തിരി എന്ന് പറഞ്ഞാൽ പൊന്നാനിയിലത്തെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളൊക്കെയാണ് ഇത് ഉണ്ടാക്കുക. അതായത് പെരുന്നാളിന് ഉണ്ടാക്കും. പിന്നെ നമ്മളെ പുതിയാപ്പിളാരുണ്ടാവില്ലേ, പുതിയാപ്പിളാർ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ചെയ്യും. ബീഫ് ഫ്രൈ ചെയ്ത് കൂട്ടി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. മൊത്തം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജോലിക്ക് പോണവരും സ്കൂളിൽ പോണവരൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനും ചെറിയ മോളും കൂടിയിട്ട് ചായ കുടിക്കാൻ പോവുകയാണ്. രണ്ടും എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത കാരണം അത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. കുട്ടികൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.